ഹായ് മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. തേങ്ങാ ചമ്മന്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പൊ തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് ഓർക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ നമുക്ക് തക്കാളി ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത് മീഡിയം സൈസിലുള്ള 1.5 സവാളയാണ്. ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളി വേഗം തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഉള്ളി. ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതാണ്. അപ്പൊ ഇഞ്ചി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഞാനിവിടെ 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് മുഴുവനും വറ്റൽമുളക് ചേർക്കണമെന്നില്ല. പകുതി പച്ചമുളകും പകുതി വറ്റൽമുളകും ആയിട്ട് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയാട്ടോ. തേങ്ങാ ചമ്മന്തിയൊക്കെ കഴിച്ചു മടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചെറുതായിട്ട് പുളിയും ചെറുതായിട്ട് എരിവും ചെറുതായിട്ട് മധുരവും ഒക്കെയുള്ള നല്ലൊരു ചമ്മന്തിയാണ്. ഉള്ളിയൊന്നും ബ്രൗൺ ആകാനായിട്ട് നിൽക്കണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരുന്നത്, മീഡിയം സൈസിലുള്ളത്. അപ്പൊ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി നന്നായിട്ട് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പൊ ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പുളി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് കുറച്ചധികം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമുക്ക്. ഇനി ഇത് ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പൊ അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി അല്ലേ, അപ്പൊ അത് കാരണം നന്നായിട്ട് അരഞ്ഞു വരും. വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കാം, ചൂടാറിയതിന് ശേഷം മാത്രം കേട്ടോ. ഇപ്പൊ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല കളറുള്ള പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല കളറും ആയിരിക്കും ചമ്മന്തിക്ക്. ഇനിയിപ്പോ നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കടുക് വറുത്ത് ചേർത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പൊ ഞാൻ കുറച്ചൊന്ന് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ വേണമെങ്കിലും ഇത് കടുക് വറുത്തെടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കടുക് വറുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കൂടി ചേർക്കാം, 1/2 ടീസ്പൂൺ കേട്ടോ. ഞാനിപ്പോ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നില്ല. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ആണ് കായം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിലേക്ക് 1 വറ്റൽമുളക് നുറുക്കിയിടാം. അതുപോലെ തന്നെ കായവും ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ കുറച്ച് കറിവേപ്പില. ഈ കടുക് വറുത്ത കൂട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളി ചമ്മന്തി ഞാൻ സെർവ് ചെയ്യുന്നത് കുഞ്ഞൻ ദോശയുടെ കൂടിയാണ് കേട്ടോ. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ.
അടിപൊളി ചമ്മന്തിയാട്ടോ. ഇവിടെ എല്ലാം പാകത്തിന് തന്നെയുണ്ട്. എരിവും അതെ, പുളിയും അതെ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പുളി അല്പം കൂടുതലായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോ എരിവാണ് കുറവായിട്ട് തോന്നണേന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കി ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് എണ്ണയിൽ ഒന്ന് വറുത്തതിന് ശേഷം ഇതിന്റെ കൂട്ടത്തിലിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് വരുത്താം കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇനി മറ്റൊരു ഈസി ഡിഷുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ.